ഹായ്, നമസ്കാരം. ഇന്നൊരു യാത്രയാണ്. യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ്. അടൂർ വരെ ഒരു ആവശ്യമായി ഞങ്ങൾ പോവുകയാണ്. ഞാനും ഷഫീഖും സജിയും കൂടെയാണ് ഇന്നത്തെ യാത്ര. സജിയുടെ താറിലാണ് ഇന്നത്തെ യാത്ര ഞങ്ങളെ. പോകുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ സദാനന്ദപുരം എന്നുള്ള സ്ഥലത്തെത്തി. എൻ്റെ വെട്ടിക്കൊല്ലിൽ നിന്നൊരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ വളരെ മനോഹരമായ ഒരു കാഴ്ചയുള്ള സ്ഥലമാണ്. അവിടെ ഒരു കനാലുണ്ട്. കനാലിൽ ഇപ്പം നല്ല വെള്ളം തുറന്നിട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പണ്ട് ഞങ്ങൾ ഈ ചൂട് സമയത്തൊക്കെ ഈ കനാലിൽ കുളിക്കാനായിട്ട് വരുമായിരുന്നു കൂട്ടുകാരെല്ലാം കൂടി. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളുകളായി. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ ഈ വരുന്ന വഴിയായതുകൊണ്ട് വെയിലാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ നിർത്തിയത്. നല്ലൊരു വൈബാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സദാനന്ദപുരം ആശ്രമം. ശ്രദ്ധേയമായ പ്രശസ്തമായ ആശ്രമമാണ്. ആ ആശ്രമത്തിൻ്റെ ഉൾപ്പെടുന്ന കാട് ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാടുകളല്ല, മരങ്ങളല്ല. ആശ്രമത്തിന് പുരടത്ത് വരുന്നതാണ് അതൊക്കെ. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ടബാൻ എന്ന് പറഞ്ഞ കുഴിമന്തി കിട്ടുന്നൊരു ഹോട്ടലാണ്. അത് കൊട്ടാരക്കരയിൽ നിന്നും മൈലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അടൂരോട്ട് പോകുന്ന വഴിക്ക്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ചിക്കൻ സൂപ്പാണ് നമുക്ക് ആദ്യം തന്നത്. ഇത് കുഴിമന്തിക്ക് വളരെയേറെ പേരുകേട്ട കടയെന്നാണ് ഷഫീഖ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളിവിടെ കയറിയത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. നല്ല സൂപ്പായിരുന്നു കേട്ടോ. ചിക്കൻ സൂപ്പ് നല്ല ചൂടുള്ള അടിപൊളി സൂപ്പായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബീഫിൻ്റെ കുഴിമന്തിയായിരുന്നു. ഒരു ഫുള്ളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് ഒരുപാട് അധികമായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു ആഹാരമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു സലാഡ് ഉണ്ടായിരുന്നു. ബീഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസുകളല്ല, അത്യാവശ്യം വലിയ പീസുകളായിരുന്നു. ക്വാണ്ടിറ്റിയും കൂടുതലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ അടിപൊളിയായിട്ട് ആ കുഴിമന്തിയൊക്കെ കഴിച്ചു. ഇപ്പോൾ നിങ്ങൾ ഇംസ് റോഡ് വഴി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്നും മയിലത്തെത്തുമ്പോഴാണ് ഈ ഷോപ്പ്. നല്ല ഫുഡാണ് കേട്ടോ. ഒരു നഷ്ടവുമില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ടേസ്റ്റാണ്. പക്ഷേ 3 പേർ കൂടെ മൊത്തം കഴിച്ച് തീർക്കാൻ പറ്റില്ല കേട്ടോ. അല്ലാണ്ട് വീണ്ടും പാത്രത്തിൽ കുറേ ചോറ് അധികം വന്നു. ഈ അധികം വന്ന ചോറ് ഞങ്ങൾ കളഞ്ഞില്ല. അത് മുഴുവൻ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്ത്. കാരണം നമ്മളിവിടെ രാമുണ്ട്, പട്ടിയുണ്ട്, പൂച്ചകളുണ്ട്. അവർക്ക് കൊടുക്കാമല്ലോ. നമ്മളെന്തിനാണ് എടുത്ത് കളയുന്നത്? അതിനുശേഷം ഞങ്ങളൊരു ചിക്കൻ്റെ പീസ് ഇവിടെ ഓർഡർ ചെയ്തായിരുന്നു. ആ ചിക്കനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, കൊട്ടാരക്കരയിൽ നിന്ന് ഇംസ് റോഡ് വഴി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കൊട്ടാരക്കര മൈലത്താണ് ഈ ഷോപ്പ്. കുഴിമന്തിയുടെ ഒരു വെറൈറ്റി, എല്ലാ തരം കുഴിമന്തി അവിടെ ഉണ്ട്. നിങ്ങൾ ഈ വഴി വരുമ്പോൾ ഇവിടെ കയറി ആഹാരം കഴിക്കുക. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്.